ഡാവിഞ്ചി റിസോൾവ് ഇപ്പോൾ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുകയാണ്. ഇമ്പോർട്ട് ട്യൂട്ടോറിയൽ. ഞാനിപ്പോൾ തൽക്കാലം ഇമ്പോർട്ട് ട്യൂട്ടോറിയൽ എന്ന പേര് കൊടുക്കുന്നത്. ക്രിയേറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. കട്ട് ടാബിലായിരിക്കും. ഞാൻ സാധാരണ എഡിറ്റ് ടാബിലാണ് വർക്ക് ചെയ്യുന്നത്. എഡിറ്റ് ടാബിലേക്ക് പോകുമ്പോഴാണ് ഒന്നുകൂടെ ഒരു സുഖമുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണാം നോ ക്ലിപ്സ് ഇൻ മീഡിയ പൂൾ. ഈ മീഡിയയിലേക്ക് നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള ക്ലിപ്സ് ഇമ്പോർട്ട് ചെയ്യണം. അതിന് ചുമ്മാ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ട് മീഡിയ എന്ന് കാണും. അപ്പോൾ നമ്മുടെ വീഡിയോ ക്ലിപ്സ് ഇരിക്കാനുള്ള സ്ഥലത്തോട്ട് പോകും. നിങ്ങളുടെ വീഡിയോ എവിടെയാണോ അവിടെ ചെന്നിട്ട് വീഡിയോസ് സെലക്ട് ചെയ്ത് ഇടുക. ഇനിയിപ്പോൾ തൽക്കാലം കാണിക്കാൻ വേണ്ടി ഈ 4 ക്ലിപ്സ് അങ്ങോട്ട് ഈ 4 ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ചേഞ്ച് ഫ്രെയിം റേറ്റ് ആണെങ്കിൽ അത് ഈക്വൽ ഫ്രെയിം റേറ്റ് 4 ശരിക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാം. നമുക്കിങ്ങനെ എല്ലാ ക്ലിപ്സ് ആവശ്യമുള്ള ക്ലിപ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് കൊടുത്തിട്ട് മീഡിയ ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ 4 ആയതുകൊണ്ട് നമുക്ക് ഏതാണെന്നും വലിയ പാടില്ല മനസ്സിലാക്കാൻ. ബട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്തിരിക്കാൻ ഇവിടെ ഒരു ന്യൂ ബിൻ ഇടുക. എന്നിട്ട് നമ്മുടെ വാട്ടെവർ വീഡിയോ എന്തൊക്കെ തരത്തിലാണോ അതനുസരിച്ച് അതിന് റീനെയിം ചെയ്യാം. ഇവിടെ റീനെയിം ചെയ്തിട്ട് ക്ലൗഡ്സ് എന്ന് കൊടുക്കുക. ക്ലൗഡ്സ് കൊടുത്തിട്ട് ഞാൻ ക്ലൗഡ് വീഡിയോസ് ഇതിനകത്തോട്ടിടുവാണ്. ഇതിപ്പോൾ എല്ലാം ക്ലൗഡ് വീഡിയോസ് തന്നെയാണ്. ഇപ്പോൾ മ്യൂസിക് വേണമെങ്കിൽ ന്യൂ ബിൻ സോങ്സ് ഉണ്ട്. സോങ്സ് നമുക്ക് വീഡിയോസ് കയറ്റിയ പോലെ തന്നെ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് മീഡിയ. I don't have any songs right now, so songs. അപ്പം നമുക്ക് ഈ മാസ്റ്ററിലാണ് ഈ ബിന്നും എല്ലാം കിടക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഓരോ ബിന്നിലേക്ക് ഇടാം. എന്നിട്ട് അതനുസരിച്ച് ഓർഗനൈസ് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഡാവിഞ്ചിയിൽ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യുന്നത്.